ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്തത് ഒരു 4-5 മാസം മുമ്പ്. ആസ് യൂഷ്വൽ ഇപ്പോൾ ഇന്ന് കണ്ട പിന്നെ ഇനി എന്നെ 4-5 മാസം കഴിഞ്ഞിട്ടേ കാണാം. അപ്പോൾ ഇത് ഞങ്ങൾ ഡിസംബറിൽ കൊച്ചി വരെ ചുമ്മാ ഒരു ചെറിയ സ്റ്റേക്കേഷൻ പോലെ വന്നതാണ്. അപ്പോൾ അന്ന് വീഡിയോ എടുത്ത് വെച്ചതാ, പിന്നെ അപ്ലോഡൊന്നും ചെയ്തില്ല, അങ്ങനെ അങ്ങ് പോയി. കുഴപ്പമില്ലായിരിക്കും. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു 2 ദിവസത്തേക്ക് ചുമ്മാ ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. അധികം ദൂരം പോകാനുള്ള ടൈമും ഇല്ലായിരുന്നു. ചേട്ടൻ തിരുപ്പൂരിൽ നിന്നാണ് വന്നത്, ഞാൻ ഇവിടെ ഒന്നും ചെന്നു. ഞാൻ വീട്ടിൽ നിന്ന് ചായയുടെ പൊടിയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അജിത്ത് ചേട്ടൻ ചായ കുടിക്കുക. ആരോട്ട് വെച്ചോ. നീ യൂഷ്വലി കുടിക്കത്തില്ലല്ലോ. ഞാനൊരു ടീ അഡിക്റ്റ് ആണെന്നറിയാമല്ലോ. അതാ ഇത് AVTയുടെ സ്പോൺസേർഡ് വീഡിയോയാ. தெரியாது. അപ്പോൾ അത് AVTയുടെ 3-in-1 മിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് ടീ പോലായിരുന്നു. അപ്പോൾ അതിനകത്ത് പാൽപ്പൊടി, ഷുഗർ, പിന്നെ ടീ പൗഡർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു ഇതായിരുന്നു. അതിനകത്ത് നമ്മൾ ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ചായ റെഡി ആവുന്നതാണ്. ഞാൻ ചുമ്മാ പരീക്ഷിക്കാൻ വാങ്ങിച്ച് നോക്കിയതാണ്. പക്ഷേ സംഭവം കൊള്ളായിരുന്നു. നമുക്കിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പം യൂസ്ഫുള്ളായിരിക്കും. എൻ്റെ ചെരുപ്പുണ്ട്, പക്ഷെ ഞാൻ ഷൂ ഇടുന്നു. അപ്പം ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ച് പതുക്കെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ലുലുവിലേക്കാണ്. എനിക്കാണെങ്കിൽ അവിടുത്തെ ഈ കപ്പയൊക്കെ ഇഷ്ടം, അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ടോയ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറി. പിന്നെ അവിടെയൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. ഈ ടോയ്സിൻ്റെ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ചില ടോയ്സ് വെച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫേവറേറ്റ് ഫുഡ്സ് ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കുമായിരുന്നു. എനിക്ക് യൂഷ്വലി അവിടുത്തെ ഇഷ്ടം ഈ കപ്പയും ചിക്കൻ ഉലർത്തിയതും. അത് നല്ല ടേസ്റ്റാണ്. എനിക്ക് പൊതുവെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതാ വാങ്ങിച്ചത്. ഞങ്ങൾ ഇച്ചുവിന് ടോയ്സ് നോക്കാൻ കയറിയതാണ്. അവൾക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ ഐറ്റംസ് ഒന്നും പറ്റത്തില്ല, അവൾ വായിലിടും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ നോക്കി, പിന്നെ അങ്ങനെയൊന്നും കാര്യമായിട്ട് കിട്ടിയില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഇത് നീ ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്തിട്ട് എടുത്തോ. അപ്പം ഞാൻ ചിക്കൻ ഉലർത്തിയതും പിന്നെ കപ്പയും വാങ്ങിച്ചായിരുന്നു. നട്ടപ്പാരത്തിലേക്ക് കപ്പ തിന്നുന്നെന്ന് വിചാരിക്കേണ്ട. ഞാൻ എപ്പോൾ ഇതുവഴി ഞങ്ങൾ പാസ് ചെയ്താലും ഇവിടെ നിന്ന് കയറി ഇതൊക്കെ വാങ്ങിക്കാറുണ്ട്. ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോവാണ്. ഞങ്ങൾ വന്നതും മെട്രോയ്ക്കാണ്, തിരിച്ചു പോകുന്നതും മെട്രോയ്ക്കാണ്. അടുത്ത ദിവസം ആണെങ്കിലും നമുക്കങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വെളിയിൽ പോകണം, പിന്നെ ഞങ്ങൾ സിനിമയ്ക്ക് പോയായിരുന്നു, അത്രയൊക്കെ ഉള്ളായിരുന്നു. ജസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒരു 2 ദിവസം അത്രേ ഉള്ളായിരുന്നു.
ഞങ്ങൾ പോയത് ക്രിസ്മസിൻ്റെ ടൈമായിരുന്നേ. സോ ആ ടൈമിലായതുകൊണ്ട് എല്ലാ കടയിലും ഒക്കെ നല്ല ഡെക്കറേഷൻസും പിന്നെ സാന്റാക്ലോസിൻ്റെ എന്താ പ്രതിമയല്ലല്ലോ, ഡമ്മിയോ എന്തുമായിരുന്നു അതിന് പറയുന്നത്, എനിക്ക് പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ക്രിസ്മസ് വൈബ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഒരു വീഡിയോ എടുത്തു തരാമോന്നോ ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചാൽ പോലും എടുത്തു തരാത്ത ടീമുകളൊക്കെ ഞാൻ പറയാതെ തന്നെ എൻ്റെ വീഡിയോ എടുത്തപ്പോഴേ ഞാൻ അങ്ങോട്ട് എന്താ പറയുക, ഞാൻ അപ്പിയെ ഷാക്കായിട്ടേ. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴേ ഇവിടെ കൊച്ചിന് ടി വി വെച്ചിട്ടുണ്ട്. അവൾ ടി വി വെച്ചിട്ട് അവൾ അവിടെ കണ്ട് പോയിരിക്കും. അപ്പം ഈ സൗണ്ടിൽ വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ഈ വോയിസ് ഓവർ പറയുമ്പോഴെല്ലാം തെറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഇങ്ങനെ തപ്പുന്നത്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് ഐറ്റമാണ്. ഇത് നമ്മുടെ വെള്ളരിക്കയാണെന്ന് തോന്നുന്നു. വെള്ളരിക്ക ഷുഗറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത്, ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി, എന്തുവായിരുന്നെന്ന്. ഇതെൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. നമ്മുടെ കൊച്ചി ലുലുവി കിട്ടും. അപ്പോൾ അവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ തന്നെ റോളും കിട്ടും, പക്ഷേ എനിക്ക് ഈ ക്യൂബാണ് ഇഷ്ടം. സോ അത് ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഉച്ചവരെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഒരു സമയമായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെന്തായിരുന്നു, പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് വർക്കുണ്ടായിരുന്നു. സോ അതിൻ്റെ എന്തോ പെൻഡിങ് ഉണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർത്തു പുറത്ത് പോയി ലഞ്ച് കഴിച്ചിട്ട് അതുവഴി തന്നെ സിനിമയ്ക്ക് പോകാമെന്ന്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ കളങ്കാവല മമ്മൂട്ടിയുടെ ഒരു സിനിമയില്ലേ, അതായിരുന്നു കണ്ടത്. പിന്നെ ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു തവണ ഞങ്ങൾ ഈ സൂക്ഷ്മദർശിനി കാണാൻ പോയപ്പോൾ ഞാൻ അതിൻ്റെ 30 സെക്കൻഡ്സോ അങ്ങനെ ഏതാണ്ടൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അല്ല, ആക്ച്വലി ഞാൻ വ്ലോഗ് എടുത്തതാണ്. അപ്പോൾ അത് അവിടെ എങ്ങാണ്ട് കണ്ടതിന് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ട് ആ വീഡിയോ തന്നെ അടിച്ചുപോയി. സോ അതുകൊണ്ട് അമ്മാതിരി റിസ്കി ഐറ്റംസ് ഒന്നും എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഞങ്ങൾ സിനിമ കാണാൻ വന്നത് നമ്മുടെ ഫോറം മാളിലായിരുന്നെന്ന് തോന്നുന്നു. അല്ലേ, ഫീനിക്സ് ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഫോറം തന്നെ. എനിക്കത് കുറച്ച് കൺഫ്യൂസ് ചെയ്യുന്നു കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ സിനിമ തിങ്ക് ഈവനിങ്ങിലായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് രാത്രി ആയായിരുന്നു. മറ്റെല്ലാ സിനിമയും പോലെ തന്നെ സിനിമ ഓൾമോസ്റ്റ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത്. പിന്നെ ഭാഗ്യത്തിന് ആ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നേ ഉള്ളായിരുന്നു. സാധാരണ ഞങ്ങൾ തുടങ്ങി ഒരു 2 സീന് 3 സീനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചെല്ലുന്നത്. ഇന്ന് ഞങ്ങൾ പതിവ് പോലെ തന്നെ ടോയ്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഈ ബാർബിയും അതും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹരമാണ്. പിന്നെ അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റില്ല, കൊച്ചെടുത്ത് വായിലിടും. അപ്പോൾ അതുകൊണ്ട് അവൾ കുറച്ചുകൂടെ വലുതായിട്ടൊക്കെ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതെല്ലാം കണ്ടൊന്ന് സാറ്റിസ്ഫൈഡായി, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവൾക്ക് എന്തായാലും ടോയ് വാങ്ങിക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ അവൾക്ക് 2 ഉടുപ്പെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ മാക്സിലാണെന്ന് തോന്നുന്നു കയറി. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഉടുപ്പും പിന്നെ വേറൊരു സെറ്റൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹാങ് ചെയ്തിട്ടേക്കുന്നത്, അത് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല, അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫുൾ സ്ലീവ് എടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിന് ഒട്ടും പറ്റത്തില്ല ഈ ഫുൾ സ്ലീവ് ഒന്നും. പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ ചെന്ന് ഡിന്നറൊക്കെ കഴിച്ച്, പിന്നെ ഡിന്നർ ഞങ്ങൾ വെളിയിൽ പോയാണ് കഴിച്ചത്. അവിടെ ചെറിയൊരു കടയുണ്ടായിരുന്നു. അവിടെ അപ്പവും പിന്നെ
എന്തോ ഒരു കറിയായിരുന്നു, എന്ത് കറിയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും അപ്പത്തിൻ്റെ കാര്യം ഓർക്കുന്നത്. ഞാൻ തലേദിവസം ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു, മാംഗോ ഫലൂഡ. അപ്പം നെക്സ്റ്റ് ഡേയിലും രാത്രിയിൽ ഞങ്ങളൊരു മാംഗോ ഫലൂഡ ഓർഡർ ചെയ്തു. പിന്നെ ഇപ്പം ഫലൂഡ നേഷൻ ഇവിടുത്തെ അത്ര ടേസ്റ്റ് ഇല്ല. ഇതല്ല, നമ്മുടെ തിരുവല്ലയിലെ ഫലൂഡ നേഷൻ അത്ര ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നേരത്തെ കൊള്ളാമായിരുന്നു, പക്ഷേ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കഴിച്ചത് രണ്ടും നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. സോ അതെനിക്കിവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചേട്ടൻ അന്ന് ഫലൂഡ കഴിച്ചില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്നും ഫലൂഡ കഴിക്കാനൊരു മൂഡില്ലായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ഫലൂഡ ഫുൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വന്നു. കളയാൻ പറ്റുമോ? ഇല്ല. ഇടയ്ക്ക് എനിക്കിങ്ങനെ തോന്നുവേ, അയ്യോ നമ്മൾ ഷുഗർ കുറയ്ക്കണം. ആക്ച്വലി ഞാൻ അധികം ഷുഗർ കഴിക്കാറില്ല, പക്ഷേ ഇങ്ങനെ ഒക്കേഷണലി ഒക്കെ കഴിക്കും കേട്ടോ. അതൊന്നും കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അതെനിക്ക് വേണ്ട. സോ ഞാൻ ഭയങ്കര ഗിൽറ്റോട് കൂടിയിട്ട് ആ ഫലൂഡ ഫുൾ കഴിച്ച് തീർത്തു. അയ്യോ, ഞാൻ ഷുഗർ കഴിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, ഞാൻ ഷുഗർ കഴിക്കും, ഷുഗർ കട്ടൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഫലൂഡ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ റെഗുലറായിട്ടൊന്നും കഴിക്കാറില്ല. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ അത് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ടാറ്റാ.